കോൺഗ്രസ് നേതൃമാറ്റ ചർച്ചകൾ സജീവമാകുന്നതിനിടെ ഭിന്നത പരസ്യമാക്കി നേതാക്കൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകിയില്ലെന്ന ആക്ഷേപവുമായി ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷ സമരം പോരെന്നായിരുന്നു സതീശനെതിരായ രമേശ് ചെന്നിത്തലയുടെ ഒളിയമ്പ്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നേതൃമാറ്റ ചർച്ച അജണ്ടയിലേ ഇല്ലെന്നാണ് മുതിർന്ന നേതാക്കളുടെ പ്രതികരണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ ശക്തരായ വി.ഡി. സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ത്രയത്തിനെതിരെ രംഗത്തിറങ്ങുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ദുർബലരായ പഴയ എ ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കത്തിലാണ് ചാണ്ടി ഉമ്മൻ. ഷാഫി രാഹുൽ കൂട്ടുകെട്ടിന് മുന്നിൽ താൻ അപ്രസക്തനാകുമോ എന്ന ഭയവും ചാണ്ടി ഉമ്മനുണ്ട്. ഇതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകിയില്ലെന്ന പരസ്യ പരിഭവത്തിലൂടെ വ്യക്തമാകുന്നത്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമന്റ് ചെയ്യുന്നില്ല. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറേണ്ടെന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് പോകണമെന്ന വാക്കുകളിലൂടെ സതീശനോടുള്ള വിയോജിപ്പും പ്രകടമാക്കുന്നു. ഇവിടെ എല്ലാവരും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത്. ചിലർ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. സഹോദരനെ പോലെ കാണുന്നയാളാണ് ചാണ്ടി ഉമ്മനെന്നായിരുന്നു ഇതിനോടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സാറിൻ്റെ മകൻ എന്നുള്ള ബന്ധം മാത്രമല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം. എല്ലാ നേതാക്കന്മാരുടെയും പ്രസൻസ് ഗുണപരമായ സ്വാധീനം ഉണ്ടാക്കിയതുപോലെ തന്നെ ശ്രീ ചാണ്ടി ഉമ്മൻ്റെയും ഇവിടുത്തെ സാന്നിധ്യം വളരെ ഗുണപരമായ ഒരു സാന്നിധ്യം. ആ 18,840 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ട്. ചാണ്ടി ഉമ്മന്റെ അതൃപ്തിക്ക് പിന്നിൽ എന്താണെന്ന് പാർട്ടി നേതൃത്വം പരിശോധിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വ്യക്തമാക്കി. അദ്ദേഹത്തിനുണ്ടായ മനസ്സിൻ്റെ ഒരു വിഷമം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കണം. അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഒരു മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമം പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഒരു പടി കൂടി കടന്ന് പരസ്യമായ കുറ്റപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തല നടത്തിയത്. പിണറായി സർക്കാരിനെതിരായ പ്രതിപക്ഷ സമരങ്ങൾ പോരെന്നായിരുന്നു സതീശനെതിരായ വിമർശനം. ചാണ്ടി ഉമ്മനുമായി സംസാരിക്കാമെന്നും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നേതൃത്വം ശ്രമിക്കേണ്ടതെന്നും ചെന്നിത്തല. എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. തീർച്ചയായിട്ടും ഒരു പാർട്ടി ആകുമ്പോൾ എല്ലാവരെയും യോജിപ്പിച്ചും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ചുമതല. അത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ആ കാര്യം സംസാരിച്ച് എന്താണെന്ന് നേതൃത്വം ബോധ്യപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനിടെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരണമെന്ന ആവശ്യവും സജീവമായി. നേതൃത്വങ്ങളിൽ ഈഴവ നായർ സമവാക്യം പരാജയപ്പെട്ടെന്ന വിലയിരുത്തലാണ് ഇതിന് പിന്നിൽ. വി.ഡി. സതീശനുമായി അടുത്ത ബന്ധമുള്ള സണ്ണി ജോസഫിന്റെയും സഭാ നേതൃത്വത്തിന് താല്പര്യമുള്ള റോജി എം ജോണിന്റെയും പേരുകളാണ് ഉയർന്നു വന്നത്. ഇവരിൽ ആര് വന്നാലും സതീശൻ കൂടുതൽ ശക്തനാകുമെന്നതിനാൽ എതിർക്കുന്നവരുമുണ്ട്. ഈഴവ നായർ കോമ്പിനേഷൻ മാറ്റേണ്ടെന്ന നിലപാടാണ് മുതിർന്ന നേതാവ് AK ആന്റണിക്ക്. അതുകൊണ്ട് തന്നെ തൽക്കാലം നേതൃമാറ്റം ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.